നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. റിലയൻസിൻ്റെ വിപണി മൂല്യം 21 ലക്ഷം കോടി. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് 21 ലക്ഷം കോടി രൂപ വിപണി മൂല്യം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി മാറി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ മുന്നേറ്റം നടത്തിയ റിലയൻസ് ഇന്ന് NSEയിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന വില 3162 രൂപയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് റിലയൻസിൻ്റെ ഓഹരി വില ഏകദേശം 10% ഉയർന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി റിലയൻസ് റെക്കോർഡ് വില മറികടന്നുകൊണ്ടിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറിയായ ജിയോ ടെലികോം താരിഫ് നിരക്കുകൾ ഉയർത്താനുള്ള തീരുമാനം ഒരു അനുകൂല ഘടകമാണ്. ഇത് കമ്പനിയുടെ ലാഭക്ഷമത ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ആഗോള ബ്രോക്കറേജുകൾ ഈ ഓഹരി മുന്നേറ്റം തുടരാനുള്ള സാധ്യതയുണ്ടെന്ന നിഗമനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. റിലയൻസിന് കീഴിലുള്ള ടെലികോം, റീറ്റെയിൽ എന്നീ മേഖലകളിലെ സബ്സിഡറികൾ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഘട്ടങ്ങളായി ഇത് റിലയൻസ് നടപ്പിലാക്കാനാണ് സാധ്യത. വിവിധ സബ്സിഡറികൾ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ റിലയൻസ് ഗ്രൂപ്പിന് കൈവരുന്ന മൂല്യവർധന ഗണ്യമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപണി ഉയരങ്ങളിലേക്ക് എത്തിയതിനു ശേഷം ചാഞ്ചാട്ടം. തുടർച്ചയായ 4ാമത്തെ ദിവസവും ഓഹരി വിപണി പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് നീങ്ങി. അതേസമയം ഉയർന്ന നിലവാരത്തിൽ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിന് വിധേയമായി. ഇന്ന് 24,174 പോയിന്റ് എന്ന പുതിയ റെക്കോർഡ് ഉയരം രേഖപ്പെടുത്തിയ നിഫ്റ്റി പക്ഷേ അതിനുശേഷം നേരിട്ട ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 210 പോയിന്റ് ഇടിഞ്ഞ് 79,032-ലും നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തോടെ 24,010-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 1929 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1449 ഓഹരികൾ നഷ്ടം നേരിട്ടു. 80 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ONGC, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. IndusInd ബാങ്ക്, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, SBI ബാങ്ക്, ICIC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഹെൽത്ത് കെയർ, മെറ്റൽ, PSU ബാങ്ക്, റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ 0.5% മുതൽ 1% വരെ ഉയർന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് സൂചിക 0.4% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ ഏകദേശം 0.5% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.